ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിന്നൊരു ഓട്ടടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കൈകൊണ്ട് മാവൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഞാൻ ഈ ഒരു മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിന് പകരം ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാവ് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചവെള്ളത്തിൽ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ചെറിയൊരു കട്ടി പോലെ ഇരിക്കും. അത് ചൂടുവെള്ളത്തിലാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഓട്ടടയൊക്കെ ഇവിടെ കഴിക്കാനായിട്ട് നമ്മൾക്കിഷ്ടം ചെറിയ കട്ടിയോടുകൂടി ഇരിക്കുന്ന ഓട്ടട കഴിക്കാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് കൂട്ടിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മാവ് കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഓട്ടടയ്ക്കുള്ള മാവ് കൂട്ടിൻ്റെ പരുവ് എന്ന് പറയുന്നത്. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയും തേങ്ങയുമാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ടുള്ള മാവ് കൂട്ടിൻ്റെയോ ശർക്കരയുടെ തേങ്ങയുടെയോ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെയാണ് ഈ ഒരു ഓട്ടട നമ്മൾ റെഡിയാക്കാറുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എത്രമാത്രം ഓട്ടട വേണം അത്രയ്ക്കും നമ്മൾ മാവ് കൂട്ടെടുക്കുക. അപ്പോൾ മാവ് കൂട്ടെടുക്കുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അളവ് കൂട്ടൊന്നും പറഞ്ഞു തരാത്തത്. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വാഴയില ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയല്ല, അല്ലാതെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. വാട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഓട്ടടയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഇല വാട്ടണ്ട. അതിലേക്ക് ആവശ്യത്തിന് ഉരുളകളാക്കിയിട്ടുള്ള മാവ് കൂട്ട് വെച്ച് കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. മാവ് തയ്യാറാക്കുമ്പോഴത്തേക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ മാവ് നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ടുകൂടി വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വിഭവമാണ് നമ്മുടെ ഓട്ടട. അപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരവും കൂടിയാണല്ലേ. അപ്പോൾ ഒരു ഓട്ടട ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് കൂടി അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇലയിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കയ്യിൽ നനച്ച് വേണം ഇതേപോലെ പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ മാവുകളോ ഒന്നും ഒട്ടിപ്പിടിക്കാതെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ അകത്തേക്കും ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി മടക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓട്ടടയൊക്കെ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാ ഓട്ടടയും ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഫ്രൈ പാൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഓട്ടടച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ ഓട്ടടച്ചട്ടി പൊട്ടിപ്പോയത് കൊണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. തവയൊക്കെ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഓട്ടട റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഓട്ടടയുടെ ഒരു ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ടടയുടെ രണ്ട് ഭാഗവുമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.
കണ്ട കരിഞ്ഞൊന്നും പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതാ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓട്ടട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടുന്നത് നമ്മൾ ശർക്കര വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതൊരു ഓൾ എന്ന ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.